ദർശനം പ്രാപിക്കുക. ദർശനം പ്രാപിക്കാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുൻപോട്ട് നീങ്ങുകയില്ല. നമുക്കൊരു ദർശനമുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുവിന് ദർശനമുണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ ഒരു ദർശനത്തോടെയാണ്. മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ മനസ്സോടെ ഇറങ്ങി വന്നു. യേശു കർത്താവ് ഒരു പട്ടണത്തിൽ പ്രസംഗിച്ച അനന്തരം മലയിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ജനങ്ങൾ നിന്നെ തിരക്കുന്നു. യേശു പറഞ്ഞു, എനിക്ക് അടുത്ത ഊരിലേക്ക് പോകണം, എനിക്ക് അടുത്ത പട്ടണത്തിൽ പോയി സുവിശേഷം പങ്കുവയ്ക്കണം. സുവിശേഷം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ താൻ എന്തിന് ഈ ഭൂമിയിൽ വന്നോ? ഒരു പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് ചലിക്കുമ്പോൾ താൻ എന്തിനീ ഭൂമിയിലായിരിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. എനിക്കിവിടെ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ താൻ കടന്നു പോകുന്ന യാത്രാവേളയിൽ തൻ്റെ അടുക്കൽ വന്ന സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി. ജനങ്ങൾ വലിയ വിടുതലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചില നാളുകൾ കഴിഞ്ഞ് താൻ നടന്നുകൊണ്ടിരിക്കുന്നത് കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ താൻ തിരഞ്ഞെടുത്ത തന്നോട് കൂടെ രാവും പകലും സഞ്ചരിക്കുന്ന ശിഷ്യഗണങ്ങൾ ചിതറിപ്പോവുകയാണ്. ഇനി അങ്ങോട്ട് അവർക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അത് കഷ്ടാനുഭവങ്ങളുടെ വഴിയാണ്. അല്പം കഷ്ടതകൾ അവിടെ ഉണ്ട്, എങ്കിലും യേശു മുൻപോട്ട് തന്നെയാണ്. യേശുവിന് വ്യക്തമായ ദർശനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദർശനമുണ്ടോ? നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിഷനുണ്ട്. ദർശനം ഭാവി കാലത്തേക്കുള്ളതാണ്. മിഷൻ ഇപ്പോൾ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ദർശനം പ്രാപിക്കണം. ദർശനമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കൊരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു മിഷനുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.